ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ മാത്രം മതി കേട്ടോ, നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ഒരു ആവശ്യവും ഇല്ല. സൂപ്പർ ടേസ്റ്റാണ്, കൂടെ തന്നെ ഒത്തിരി കാലം നമുക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുമ്പേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായി ഇഞ്ചി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇഞ്ചി നല്ലതുപോലെ ആ ഒരു തോടെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരേ വലിപ്പത്തിന് തന്നെ എല്ലാ പീസും കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലത് നല്ല പെട്ടെന്ന് മൂക്കും, ചിലത് മൂക്കാതെ വരും, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. തീരെ പൊടിയായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ നൈസാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ചെറിയ ഉള്ളി. ഞാനിവിടെ 12 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 12 ചെറിയ ഉള്ളിയും അതുപോലെ വളരെ നേർത്ത കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളക് 6 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കണം കേട്ടോ. എന്നിട്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ പുളി വെള്ളം നമുക്ക് വേണ്ടി വരും. പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമുക്കിന്ന് ഇഞ്ചി അച്ചാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താലോ. അടുത്തതായി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഈ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇട്ട് കൊടുത്തിട്ട്. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുവാണ്. നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ആവേണ്ടത്. രണ്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകണം, എന്നാൽ കരിയാണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? കരിഞ്ഞു പോകരുത്. ഈ ഒരു നിറത്തിലാണ് കേട്ടോ വേണ്ടത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഉള്ളിയൊക്കെ ഇട്ടിട്ട് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇവിടെ സെറ്റ് ആയിരിക്കുവാണ്. അപ്പോൾ കോരി എടുക്കുവാണ് കേട്ടോ എണ്ണയിൽ നിന്ന്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ജാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതൊരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ഫോമൊന്നും ആവണ്ട കേട്ടോ. ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ മാതിരി അതുപോലാണ് നമുക്ക് വേണ്ടത്. കുറച്ച് തരിതരിപ്പ് വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് വേണ്ടുന്നത്. കുറച്ച് തരിതരിപ്പ് നമുക്ക് വേണം. നമുക്കിനി അച്ചാർ എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആണ് കേട്ടോ കടുക് ആഡ് ചെയ്യുന്നത്.
കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് മുളക് പൊടി ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ടീസ്പൂൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടുത്തതായി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പുളി അതും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു പീസാണ് ശർക്കരയും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് പൊടിച്ചാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. അവസാനമായിട്ട് ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ശകലം ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വറ്റി സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കൂടുതൽ തിക്കായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ വെക്കാം. എനിക്ക് ഈ ഒരു ഇതാണ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഈ ഒരു ഇഞ്ചി അച്ചാറിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരണ്ടല്ലോ അല്ലേ? കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്ത് സൂപ്പർ ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.